ബ്രഹ്മസ്വം മഠത്തിൽ നിന്ന് പാറമേക്കാവിലേക്കാണ് പോകുന്നത്. ബ്രഹ്മസ്വം മഠത്തിൽ വിശ്വപ്രസിദ്ധമായ മഠത്തിൽ വരവ് പഞ്ചവാദ്യം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി ആ പഞ്ചവാദ്യം കൊട്ടി വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് ആ മഠത്തിൽ വരവ് പോവുകയാണ്. ഇത് പാറമേക്കാവിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. പാറമേക്കാവിൻ്റെ എഴുന്നള്ളത്ത് പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് തുടങ്ങുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിന്ന് എഴുന്നള്ളത്ത് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും തിരുവമ്പാടിയുടെ എഴുന്നള്ളത്ത് വടക്കുംനാഥനിൽ എത്തുകയും ചെയ്യും. പാറമേക്കാവിൻ്റെ എഴുന്നള്ളത്ത് ശ്രീമൂലസ്ഥാനത്തെത്തി കഴിയുമ്പോഴാണ് പാണ്ടിമേളം നടക്കാൻ പോകുന്നത്, ഇലഞ്ഞിത്തറ മേളം നടക്കാൻ പോകുന്നത്. അതാണ് ഇനി നടക്കാനുള്ള പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാഴ്ചയും കണ്ണിനും കാതിനും ആഘോഷം പകരുന്ന ഒരു വലിയ പരിപാടി നടക്കാൻ പോകുന്നത് വടക്കുംനാഥ ക്ഷേത്ര മതിൽക്കകത്താണ്. അവിടേക്കാണ് ഇവിടെ ക്ഷേത്രത്തിൽ നിന്നും പാറമേക്കാവിൽ നിന്നും ഘോഷയാത്ര എഴുന്നള്ളത്ത് അങ്ങോട്ട് ആരംഭിക്കാൻ പോകുന്നത്. ആനകൾ പാറമേക്കാവ് കാശിനാഥൻ, പാറമേക്കാവ് അതുപോലെ തന്നെ ഗുരുവായൂർ ദേവസ്വം നന്ദൻ, എറണാകുളം ശിവകുമാർ തുടങ്ങിയ ആനകളാണ് അവിടെ എഴുന്നള്ളത്തിൽ പങ്കെടുക്കുന്നത്. പാറമേക്കാവ് കാശിനാഥനായിരിക്കും ഭഗവതിയുടെ തിടമ്പ് ഇത്തവണ എഴുന്നള്ളത്തിന് ഏൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്ഷേത്ര പരിസരത്ത് നിന്ന് ചെമ്പടകൊട്ടിയാണ് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്ത് പോകുന്നത്. അവിടെ ചെല്ലു കഴിയുമ്പോഴേക്കും പാണ്ടിമേളം, കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളം, ഇലഞ്ഞിത്തറ മേളം നടക്കും. ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പാണ്ടിമേളം നടക്കുന്ന ഒരു പ്രത്യേകത വടക്കുംനാഥ ക്ഷേത്രത്തിൽ പൂരത്തിനുണ്ട്. അത് ശക്തൻ തമ്പുരാൻ ഈ പൂരം ഡിസൈൻ ചെയ്ത സമയത്ത് തന്നെ അത്തരം ഒരു തീരുമാനം എടുത്തതാണ്. ബാക്കി ക്ഷേത്രങ്ങളിലൊക്കെ മതിലിന് പുറത്താണ് പാണ്ടിമേളം കൊട്ടാറുള്ളത്, പഞ്ചാരിയാണ് നടക്കുന്നത്. പക്ഷേ ഇത്തവണ പൂരത്തിന് മാത്രം വടക്കുംനാഥ ക്ഷേത്ര മതിലിനകത്ത് പാണ്ടിമേളം നടക്കുമെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ പ്രത്യേകതകൾ ഏറെയുണ്ട് പൂരത്തിന്. ചെമ്പട കൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ചെമ്പട കൊട്ടി തുടങ്ങുകയാണ് പാറമേക്കാവ് ഭഗവതിയുടെ തിരുമുമ്പിൽ. ചെമ്പട കൊട്ടി തന്നെയാണ് എഴുന്നള്ളത്ത് വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഗോപുര നടയിലേക്ക് നീങ്ങുന്നത്. ഈ എഴുന്നള്ളത്ത് അവിടെ എത്തി പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ രണ്ട് മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഇലഞ്ഞിത്തറ മേളം നടക്കും. ഇലഞ്ഞിത്തറ മേളം കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിലാണ്. ആ ഗംഭീരമേളത്തിന് ശേഷമാണ് തെക്കോട്ടിറക്കം ഉണ്ടാവുക. ആദ്യം പാറമേക്കാവ് ഇറങ്ങും. പാറമേക്കാവ് ഇറങ്ങി തെക്കോട്ടിറങ്ങി അവിടെ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയ്ക്ക് അഭിമുഖമായി നിൽക്കും. പഴയന്നൂർ ഭഗവതിയെ വണങ്ങിയാണ് എത്തുന്നത്. അവിടെ ഒരു പ്രതിമയുണ്ട്. ആ പ്രതിമയുടെ അവിടേക്ക് പോകുന്നത് പഴയന്നൂർ ഭഗവതിയെ വണങ്ങാൻ എന്നാണ് സങ്കല്പം. പണ്ട് പഴയന്നൂർ ഭഗവതിയുടെ ഒരു പറയെടുപ്പുണ്ടായിരുന്നു അവിടെ. ആ പറ സ്വീകരിക്കാൻ പോകുന്നു എന്ന സങ്കല്പത്തിലാണ് അവിടെ പോയി തിരികെ ഇവിടെ വടക്കുംനാഥ ക്ഷേത്രത്തിന് അഭിമുഖമായി നിൽക്കുന്നത്. അപ്പോഴേക്കും തിരുവമ്പാടിയും ഇറങ്ങും. തിരുവമ്പാടിയും പാറമേക്കാവും ഇറങ്ങിയാൽ പിന്നെ കണ്ണിന് കാഴ്ചയുടെ അത്ഭുതങ്ങൾ ഒരുക്കുന്ന ആ കുടമാറ്റം അരങ്ങേറുന്നത്. ഇത്തവണത്തെ കുടമാറ്റത്തിന് ഏറെ പ്രത്യേകതകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിനായിരുന്നു. തിമിലയിൽ കൊങ്ങാട് മധുവിന്റെ അത്ഭുതം, അത് എനിക്ക് തോന്നുന്നു എല്ലാ തവണയും ഉള്ളതിനേക്കാൾ ഈ തിമിലയിൽ ഇത്തവണ കുറെ കൂടി അത്ഭുതങ്ങൾ നമ്മൾ കണ്ടു. തിമിലയിലും കൊമ്പിലുമാണ് ഇത്തവണ കുറെ കൂടി അത്ഭുതങ്ങൾ കണ്ടത്. മുൻ വർഷത്തേക്കാൾ തിമിലയിൽ എന്തോ ചില മാജിക്കുകൾ ഇത്തവണ നമ്മൾ പഞ്ചവാദ്യം വളരെ ശ്രദ്ധയോടെ ആസ്വദിക്കുമ്പോൾ കേൾക്കാൻ കഴിയുമായിരുന്നു. തിമില ഇത്തരം അത്ഭുതങ്ങൾ കാത്തുവച്ചിരിക്കുന്ന ഒരു വാദ്യോപകരണമാണ് എന്ന് നമ്മൾ ഒരുപക്ഷെ പഞ്ചവാദ്യം കേൾക്കുമ്പോഴായിരിക്കും മനസ്സിലാകുക. അങ്ങനെ പഞ്ചവാദ്യത്തിൽ തിമിലയുടെ അത്ഭുതങ്ങൾ കഴിഞ്ഞ് നമ്മളിതാ വീണ്ടും ചെമ്പടയുടെ ദ്രുതതാളത്തിന്റെ അത്ഭുതങ്ങളിലേക്ക്, വിസ്മയങ്ങളിലേക്ക് പോവുകയാണ്. ശ്രീകാന്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീകാന്ത്, പാറമേക്കാവിന്റെ എഴുന്നള്ളത്ത് തുടങ്ങി, അത് വടക്കുംനാഥനിലെത്തുമ്പോൾ, അത് ഇലഞ്ഞിത്തറയിലെത്തുമ്പോൾ, ശ്രീമൂലസ്ഥാനത്ത് എത്തുമ്പോഴാണ് ഇനി ഇലഞ്ഞിത്തറ മേളത്തിന്റെ അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ശ്രീകാന്ത്? വിജയകുമാർ, ഇതാ നമ്മൾ കാത്തിരുന്ന ആ നിമിഷം വരാൻ പോകുന്നു. പാറമേക്കാവ് ഭഗവതി എഴുന്നള്ളാൻ തയ്യാറായി. ഇപ്പോൾ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം പാറമേക്കാവ് ഭഗവതി ഈ വടക്കുംനാഥന്റെ സന്നിധിയിലേക്ക് എഴുന്നള്ളും. 12 മണിയോടുകൂടി എഴുന്നള്ളത്ത് ഉണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ 12:36 ആയിരിക്കുന്നു. നമ്മൾ ഏറ്റവും പ്രതീക്ഷിച്ചിരിക്കുന്നതും അത് തന്നെയാണ്. 15 ആനകളുടെയും ചെമ്പടമേളത്തിന്റെയും അകമ്പടിയോടെയാണ് പുറത്തെഴുന്നള്ളത്ത് നടക്കാൻ പോകുന്നത്. പാറമേക്കാവ് ഭഗവതിയുടെ പുറത്തെഴുന്നള്ളത്ത് നടക്കാൻ പോകുന്നത് അത്തരത്തിലാണ്. തുടർന്ന് ചെമ്പടമേളം അവസാനിച്ച് പാണ്ടിമേളം തുടങ്ങി വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരം വഴി അകത്തു കടക്കും. പിന്നീട് വടക്കുംനാഥന്റെ പടിഞ്ഞാറേ നടയിൽ വിശ്വപ്രസിദ്ധമായ
ഇലഞ്ഞിത്തറ മേളം നടക്കും. ആ ഇലഞ്ഞിത്തറ മേളം കാണുന്നതിന് വേണ്ടിയാണ്, അത് ശ്രവിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഏവരും കാത്തു നിൽക്കുന്നത്. വാദ്യപ്രമാണിമാർ, മേളപ്രമാണിമാർ അണിനിരക്കുന്ന ഇലഞ്ഞിത്തറ മേളം, ദൃശ്യശ്രവ്യ വിസ്മയം തീർക്കുന്ന ഇലഞ്ഞിത്തറ മേളം അല്പസമയത്തിനകം ആരംഭിക്കും. ഇവിടെ നിന്നും പുറപ്പെട്ട പാറമേക്കാവ് ഭഗവതി അവിടെ ഇലഞ്ഞിത്തറ മേളം നടക്കുന്നിടത്തേക്ക് എത്തും. വടക്കുന്നാഥന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരും. 5 മണിയോടുകൂടി മേളം അവസാനിച്ച് തെക്കോട്ടിറക്കമാണ് പിന്നീട് നടക്കുന്നത്. തുടർന്ന് സ്വരാജ് റൗണ്ടിൽ പ്രവേശിച്ച് 7 ആനകളുടെ അകമ്പടിയിൽ മുനിസിപ്പൽ റോഡ് കടന്ന് രാജാവിന്റെ പ്രതിമ വരെ പോയി തിരിച്ചു വന്ന് സ്വരാജ് റൗണ്ടിൽ പ്രവേശിച്ചാൽ ഭഗവതിമാരുടെ കൂടിക്കാഴ്ച നടക്കും. കുടമാറ്റം എന്നിവയ്ക്ക് ശേഷം, ഈ ഭഗവതിമാരുടെ കൂടിക്കാഴ്ചയും കുടമാറ്റത്തിനും ശേഷം സ്വരാജ് റൗണ്ട് വഴി ക്ഷേത്രത്തിൽ എത്തി ഇറക്കി വെക്കുന്നതോടുകൂടിയാണ് ഈ എഴുന്നള്ളത്ത് അവസാനിക്കുന്നത്. രാത്രി 10:30 പഞ്ചവാദ്യത്തിന്റെയും 7 ആനകളുടെയും അകമ്പടിയോടെ പുറത്തേക്ക് എഴുന്നള്ളി സ്വരാജ് റൗണ്ട് വഴി മണികണ്ഠനാലിൽ എത്തി പഞ്ചവാദ്യം അവസാനിച്ച് എഴുന്നള്ളി നിൽക്കുന്നു. അങ്ങനെയും ഒരു ചടങ്ങ് പാറമേക്കാവ് ഭഗവതിയുടേതായി ഉണ്ട്. തുടർന്ന് രാവിലെ 7:30 15 ആനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളി ചെമ്പട പാണ്ഡിമേളങ്ങൾക്ക് ശേഷം 12:20 തിരുവമ്പാടി ഭഗവതിയുമായി ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ ഇക്കൊല്ലത്തെ പൂരത്തിന് തിരശീല വീഴും. വിജയകുമാർ, വൈകുന്നേരം നടുവിൽ മഠത്തിൽ ഭഗവതിമാരുടെ കൂടിയാറാട്ടിന് ശേഷം രാത്രി ക്ഷേത്രത്തിൽ എത്തി ഉത്രം വിളക്കോടെ പൂരം ചടങ്ങുകൾ ഔദ്യോഗികമായി അവസാനിക്കുകയും ചെയ്യും. ഇന്ന് രാവിലെ നമ്മൾ ഈ ഗജവീരന്മാരെ അവരെ കുളിപ്പിച്ചൊരുക്കുന്ന ആനപ്പന്തിയിലേക്ക് പോയിരുന്നു. എണ്ണം പറഞ്ഞ കരിവീരന്മാർ ഈ പാറമേക്കാവ് ഭഗവതിക്ക് വേണ്ടി എഴുന്നള്ളാൻ തയ്യാറായി നിൽക്കുകയാണ്. ഒത്ത കൈ തിടമ്പേറ്റി ഗുരുവായൂർ നന്ദൻ അങ്ങനെ മസ്തകം വിരിച്ച് ചെറി പോലെയുള്ള ചെവികളാട്ടി ഗുരുവായൂർ നന്ദൻ നിൽക്കുന്നുണ്ട്. ആ കാഴ്ച കാണുന്നത് തന്നെ എത്ര ഭംഗിയാണെന്ന് നോക്കൂ. അത് കാണുന്നതിന് വേണ്ടിയാണ് ഈ പുരുഷാരം ഇപ്പോൾ പാറമേക്കാവ് ഭഗവതിക്ക് മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇലഞ്ഞിത്തറ മേളത്തിന് പാറമേക്കാവ് ഭഗവതി എഴുന്നള്ളാൻ പോകുന്നു. വടക്കുന്നാഥന്റെ സന്നിധിയിലേക്ക് അല്പസമയത്തിനകം ഈ എഴുന്നള്ളത്ത് എത്തിച്ചേരും. പാറമേക്കാവിൽ നിന്നുള്ള കാഴ്ചകളാണ്. പാറമേക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങുകയാണ്. ചെമ്പട അവിടെ കൊട്ടിക്കയറുകയാണ്. അതിനുശേഷം എഴുന്നള്ളത്ത് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് നീങ്ങും. പടിഞ്ഞാറേ നടവഴിയാണ് ഈ എഴുന്നള്ളത്ത് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുക. അവിടെയാണ് പിന്നീട് അവിടുത്തെ ഇലഞ്ഞിമരച്ചോട്ടിൽ വിശ്വപ്രസിദ്ധമായ ഇലഞ്ഞിത്തറ മേളം നടക്കും. കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന ലോകപ്രസിദ്ധമായ ആ മേളത്തിന്റെ ആവേശത്തിൽ അലിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. പാറമേക്കാവിനായി ഗുരുവായൂർ ദേവസ്വം നന്ദനാണ് ഭഗവതിയുടെ തിടമ്പേൽക്കുന്നത്. തിരുവമ്പാടിക്കായി ചന്ദ്രശേഖരനാണ് ഇനി തെക്കോട്ടിറക്കത്തിന്റെ സമയത്ത് തിടമ്പേറ്റുന്നപ്പോൾ 2 ഗജ ശ്രേഷ്ഠന്മാർ ഗുരുവായൂർ നന്ദനും തിരുവമ്പാടി ചന്ദ്രശേഖരനും തിടമ്പേറ്റുന്ന തെക്കോട്ടിറക്കത്തിന്റെ കാഴ്ചകൾ വൈകിട്ട് 4:30 ശേഷം പ്രതീക്ഷിക്കുക. 4:30യോടെയാണ് ഇലഞ്ഞിത്തറ മേളം അവസാനിക്കുന്നത്. ഇലഞ്ഞിത്തറ മേളം ദൈർഘ്യമുള്ള ഒരു പാണ്ഡിമേളമാണ്. അത് പല കാലങ്ങളിലൂടെ കൊട്ടിക്കയറി മേളാസ്വാദകരെ സംബന്ധിച്ച് അവരെ അതിന്റെ ആസ്വാദനത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും കൊണ്ടുപോകുന്ന ഒരു മേളമാണ്. മറ്റൊരു ലയവിന്യാസം, മറ്റൊരു സിംഫണിയാണ്. ഒരു മേളപ്രമാണിയുടെ കരചലനങ്ങൾക്കനുസരിച്ച് നൂറുകണക്കിന് മേള കലാകാരന്മാർ ഒരേപോലെ അവരുടെ മേളം അവതരിപ്പിക്കുന്ന ആ കരചലനങ്ങൾക്ക് അനുസരിച്ച് മാത്രം നമ്മളൊക്കെ സഞ്ചരിക്കുന്ന, ആസ്വാദകരൊക്കെ സഞ്ചരിക്കുന്ന ഒരു അപൂർവ കാഴ്ച. അതുപോലെ അതാണ് ഇനി വരാൻ പോകുന്ന മേളത്തിന്റെ, ഇലഞ്ഞിത്തറ മേളത്തിന്റെ ഒരു പ്രത്യേകത. അത് വിവിധ കാലങ്ങളിലൂടെ മേളാസ്വാദകന്റെ മനോധർമ്മത്തിനനുസരിച്ചും അല്ലാതെയും ഒക്കെ കൊട്ടിക്കയറുന്ന ഒരു അപൂർവ ആസ്വാദന അനുഭവം കൂടിയാണ് ഈ പറയുന്ന പാണ്ഡിമേളം, ഇലഞ്ഞിത്തറ മേളം. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഒരു 2 മണിയോടുകൂടി അതിൻ്റെ മേളത്തിന് തുടക്കമാകും. ഒരു എളിയ കുടമാറ്റം ഈ പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിലുണ്ട്. അത് വെറും സാമ്പിൾ. ഇതൊന്നുമല്ല ഇനി വരാനിരിക്കുന്നത്. തെക്കോട്ടിറക്കത്തിന്റെ സമയത്താണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് അണിയറയിൽ എന്തൊക്കെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇത്തവണ നിറങ്ങളുടെ സാങ്കേതിക തികവിന്റെ ഒക്കെ അത്ഭുതങ്ങൾ കാണാം എന്നാണ് സംഘാടകർ പറഞ്ഞത്. നിറങ്ങളുടെയും സാങ്കേതിക തികവിന്റെയും അത്ഭുതങ്ങൾ ഇത്തവണത്തെ തെക്കോട്ടിറക്കത്തിന്റെ സമയത്തെ കുടമാറ്റത്തിനുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അത്ഭുതങ്ങളാണ് തിരുവമ്പാടിയും പാറമേക്കാവും കാത്തുവച്ചിരിക്കുന്നത്. ആ അത്ഭുതങ്ങൾ അണിയറയിൽ ഒരുങ്ങിയത്
നമ്മളുടെ മുന്നിലേക്ക് വരാൻ മണിക്കൂറുകൾ മാത്രമാണുള്ളത്. വൈകുന്നേരം സൂര്യാസ്തമയത്തോടെ അസ്തമയ സൂര്യൻ്റെ ആ മനോഹരമായ ആ സമയത്തെ കാഴ്ചകളാണ് ഇനി പൂരത്തിൻ്റെ മറ്റൊരു വലിയ ആവേശം. രാത്രി പുലർച്ചെ 3 മണിയോടെ വെടിക്കെട്ടും മാനത്തുണ്ടാകും. അപ്പോൾ ഇനിയുള്ളത് പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളാണ്. ബ്രഹ്മസ്വം മഠത്തിലെ മഠത്തിൽ വരവ് പഞ്ചവാദ്യം നമ്മളുടെ അവിടെ കൊങ്ങാട് മധുവിൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം അവസാനിച്ചു. ഇനി മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന് നമ്മൾ 1 വർഷം കാത്തിരിക്കണമല്ലോ എന്നതാണ് സങ്കടം. അപ്പോഴൊരു സന്തോഷമുള്ളത് ഇതാ ഇലഞ്ഞിത്തറ മേളത്തിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമല്ലേ ബാക്കിയുള്ളൂ എന്നതാണ്. ഇലഞ്ഞിത്തറ മേളം കഴിയുമ്പോൾ ഇനി ഇതിനു വേണ്ടി നമ്മൾ 1 വർഷം കാത്തിരിക്കണമല്ലോ എന്ന് കരുതുമ്പോൾ നമ്മളുടെ മുന്നിൽ മറ്റൊരു സന്തോഷം. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തെക്കോട്ടിറങ്ങിയാൽ കുടമാറ്റം കാണാമല്ലോ എന്നത്. കുടമാറ്റം കഴിയുമ്പോൾ കുടമാറ്റം ഇനി 1 വർഷം കഴിഞ്ഞില്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ രാത്രിയിൽ ഇതാ മാനത്തെ അത്ഭുതങ്ങൾ, വെടിക്കെട്ടിന് കരിമരുന്ന് കലാപ്രകടനത്തിന് സമയമായല്ലോ എന്ന കാഴ്ച. അങ്ങനെ പൂരം ഒരു സങ്കടത്തിൽ നിന്ന് അടുത്ത സന്തോഷത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നാളെ ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞാൽ പിന്നെ ഈ പൂരത്തിന്റെ നല്ല കാഴ്ചകളുമായി നമ്മൾ അടുത്ത പൂരക്കാലം വരെ കാത്തിരിക്കുകയാണ്. അങ്ങനെ പൂരത്തിന്റെ നല്ല കാഴ്ചകളിലൂടെ നല്ല കേൾവിയിലൂടെ ഒക്കെ ഇതാ പൂരപ്പറമ്പും അതുപോലെ തന്നെ വിദൂര സ്ഥലങ്ങളിലൊക്കെ ടെലിവിഷനിലും മുന്നിലും ഒക്കെ ഇരുന്ന എത്രയോ ആളുകൾ, എത്രയോ ലക്ഷങ്ങൾ, എത്രയോ കോടികൾ ഈ പൂരത്തിൽ നേരിട്ടും അല്ലാതെയും ഒക്കെ പങ്കെടുക്കുകയാണ്. ഘടകപൂരങ്ങൾ ഓരോന്നായി ഇതിനിടയിൽ വടക്കുന്നാഥന് മുന്നിൽ വന്ന് വടക്കുന്നാഥനെ വലം വെച്ച് വണങ്ങി മടങ്ങുന്നുണ്ട്. അത് ഘടകപൂരങ്ങളുടെ ചിട്ടയായ ജോലികൾ, ചിട്ടയായ ക്രമങ്ങൾ അതവിടെ നടക്കുകയാണ്. നമുക്ക് ചെമ്പടയുടെ താളങ്ങളിലേക്ക് അല്പസമയം ആസ്വദിക്കാം.